ഹായ് ഹലോ, ഞാനിന്നിവിടെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലെമൺ റൈസിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇത് വർക്കിംഗ് മോംസിനും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതേപോലെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിനൊക്കെ ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് കണ്ടു നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ കടലപ്പരിപ്പ്, 2 ടേബിൾ സ്പൂൺ കപ്പലണ്ടി, 2 വറ്റൽമുളക്, പച്ചമുളക് 2 എണ്ണം, ഇവയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. കപ്പലണ്ടി നന്നായി വേകുന്നത് വരെ വറുത്തെടുക്കണം. ഇപ്പോൾ ഇതൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. കരിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് ഇളക്കിയൊന്നെടുത്ത ശേഷം അതിലേക്ക് 1/2 ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി പച്ചമണം മാറുന്നു വരുന്ന വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കായം ഒരു 2 പിഞ്ച് ചേർത്ത് കൊടുക്കാം. ലെമൺ റൈസിന് കളർ നന്നായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 1/2 മുതൽ 1/4 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് നമുക്ക് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു നാരങ്ങയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പുളി ആവശ്യത്തിന് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഉപയോഗിക്കാം. പുളി കൂടുതൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് 1.5 നാരങ്ങ വരെ ഉപയോഗിക്കാം. ഇനി ഈ മിക്സിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ലെഫ്റ്റ് ഓവർ റൈസ് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. റൈസ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒത്തിരി കൊഴിഞ്ഞു പോകാൻ പാടില്ല. ചോറൊന്നിൽ തൊടാതെ ഒന്ന് കിടക്കുന്ന പാകത്തിലേ കുക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇളക്കിയെടുക്കാനുള്ള സൗകര്യത്തിന് ഞാൻ 2 ബാച്ചസ് ആയിട്ടാണ് റൈസ് ഇവിടെ ചേർക്കുന്നത്. ബാക്കി വന്ന റൈസും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇതും ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇപ്പം ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിൾ അല്ലേ? ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് മറക്കാതെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഈ റൈസ് നമുക്ക് 2 ദിവസം വരെ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. അതുകൊണ്ട് ട്രെയിനിലൊക്കെ യാത്ര പോകുന്നവർക്ക് ഈ റൈസ് നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇനി നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.